അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. നിങ്ങൾ എന്തിനാണോ അത് ചെയ്യാം. ഉസൈദ് പറഞ്ഞു, അത് ന്യായമാണല്ലോ, ആ പറഞ്ഞത് ന്യായമാണ്, ശരി നിങ്ങൾ പറയൂ. സബറുല്ലാഹിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു. ഉസൈദിൻ്റെ കണ്ണ് നിറഞ്ഞു. ഉസൈദ് അവിടെ ആ ഖുർആനിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ടു. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നത് എന്താ അറിയോ, വാ നിങ്ങൾക്ക് വേറൊരാളെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം, അയാളോട് നിങ്ങൾ ഈ വിഷയം ഒന്ന് പറയണം. അങ്ങനെയാണ് സഅദ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോണത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോഴേക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികതയാൽ മദീനയുടെ മണ്ണിനെ മിസ്അബ് റളിയല്ലാഹു ഉഴുതു മറിച്ചിട്ടത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വാചാലത ഉപയോഗിച്ചിട്ടല്ല, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയടിക്കന്നെ ആ ഖുർആൻ നമ്മെ അത്ഭുതപ്പെടുത്തണതില്ല, നമ്മുടെ മനസ്സുമായി സംസാരിക്കണമെന്നില്ല. ആ ഖുർആനുമായി നാം ഇങ്ങനെ ഇടപഴകിക്കൊണ്ടേയിരിക്കുമ്പോൾ ഖുർആൻ പെട്ടെന്നൊരു ദിവസം നമ്മെ കരയിപ്പിക്കും, വല്ലാതെ കരയിപ്പിക്കും. ഒരുപക്ഷെ അതേ ആയത്ത് വേറൊരാൾ കേട്ടാൽ അയാൾ കരയില്ല. ഖുർആൻ നമ്മളോട് പേഴ്സണൽ ഇൻഡിവിജ്വലായി സംസാരിക്കും. ഖുർആൻ ഇൻഡിവിജ്വലായി സംസാരിക്കും. പ്രിയപ്പെട്ടവർ, ദഅവത്തിന് പോയിട്ട് വളരെ ഡീഗ്രേഡിംഗ് ആയ, വളരെ അപമാനിക്കുന്ന അനുഭവം ഉണ്ടായൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ആ വല്ലാത്ത തകർന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത് എന്താണെന്നറിയോ? വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൂൻ. നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? വഅൻതുമുൽ അഅലൂൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഒറ്റ ആയത്താണ്, അയാളുടെ സകല മാനസിക പ്രശ്നവും മാറിപ്പോയി, എല്ലാം മാറി. ഞാൻ സാധാരണ പറയുന്ന എം അക്ബർ സാഹിബിൻ്റെ അടുത്ത് നിന്ന് കേട്ടൊരു സംഭവമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് അത് പറയാത്തത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ അക്ബർ ഖാൻ്റെ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ടാവും. ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആ ആത്മഹത്യയിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിച്ചത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരൊറ്റ ആയത്താണ്. ഒരു ഭാര്യയും ഭർത്താവും 2 ചെറിയ പെൺമക്കളും കടം കയറി സാമ്പത്തിക ബാധ്യതയുണ്ടായി. അവസാനം ഒരുമിച്ച് മരിക്കാൻ വേണ്ടി അത്താഴത്തിൽ വിഷം കലർത്തിയിട്ടവർ മിനിറ്റുകൾ എണ്ണി കഴിയുന്ന സമയം യാദൃശികമായി ഈ മനുഷ്യൻ ഖുർആൻ എടുത്തു. അള്ളാഹു എടുപ്പിച്ചതാണ്, അതൊരു സബബാണ്. ഈ ഖുർആൻ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ സൂറത്തുൽ ഇസ്രാഇൻ്റെ പേജിലേക്കാണ് അതെത്തിയത്. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്, നാമാണ് അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ വാക്ക് ആ മുസ്ലിമാണ്, ആ മുസ്ലിമായ മനുഷ്യനാണ്. അയാൾ ഖുർആൻ അടച്ചു വെച്ചു. ആദ്യം ചെയ്തത് ആ വിഷം കലർത്തി വെച്ച അത്താഴം മുഴുവൻ എടുത്ത് വേസ്റ്റിലേക്ക് കൊട്ടി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നമ്മൾ നേരിടും, നമ്മൾ ജീവിക്കും. എന്നിട്ട് തിരിച്ചു വന്ന ഖുർആൻ വായന തുടങ്ങി. ഇന്ന് ആ മനുഷ്യൻ ഖുർആൻ്റെ പ്രചാരകനാണ്. 100 ആളുകൾക്ക് ഖുർആനിൻ്റെ വെളിച്ചം പറഞ്ഞ് പകർത്തി കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ എത്രയോ 10,000 പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിൽ, എത്രയോ 10,000 പരിശുദ്ധ ഖുർആനിൻ്റെ ഏതാനും വാക്കുകൾ കൊണ്ട് വർഷങ്ങളുടെ അഡിക്ഷൻ ഇല്ലാതായവരുണ്ട്. അറിയാം നിങ്ങൾക്ക്? വർഷങ്ങളുടെ ഈ മയക്കുമരുന്ന് അഡിക്ഷനിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ഏതാനും വചനങ്ങളാൽ മോചനം നേടിയ ആളുകൾ എത്രയോ ഉണ്ട് ലോകത്ത്. ഖുർആനിൻ്റെ കഴിവ് തന്നെയാണത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ, ഏറ്റവും വലിയ കുടിയന്മാരാണ് അറബികൾ ആ കാലഘട്ടത്തിൽ. അവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മരിച്ചാൽ എൻ്റെ ഖബറിൻ്റെ പുറത്തൊരു മുന്തിരി വള്ളി നാട്ടണം. എന്നാൽ എന്താണ്, ആ വള്ളിയിലൂടെ ഇങ്ങനെ കയറി വന്ന് ഒരു മുന്തിരിയായിട്ട് മാറിയിട്ട് നിങ്ങൾ പിഴിഞ്ഞെടുക്കുന്ന വീഞ്ഞിൽ എനിക്ക് എന്താ പറയുക, അലിഞ്ഞു ചേരാലോ. അത്രത്തോളം കള്ളിനെയും മദ്യത്തെയും ഇഷ്ടപ്പെട്ടവർ, സ്നേഹിച്ചവർ, പ്രണയിച്ചവർ, പ്രേമിച്ചവർ എന്നൊക്കെ നമുക്ക് പറയാം. ആ മനുഷ്യർ അവസാനം ഫഹൽ അൻതും മുൻതഹൂൻ എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ 3 വചനങ്ങൾ, ആ തരത്തിലേക്ക് അവരുടെ ഹൃദയത്തെ അള്ളാഹു പാകപ്പെടുത്തിയെടുത്തു. പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, പിന്തിരിയാറായിട്ടില്ലേ കൂട്ടരെ, മതിയാക്കാനായിട്ടില്ലേ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ മദീനയിലെ വീടുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ട സകല മദ്യത്തിൻ്റെ കുറ്റികളും തച്ച് തകർക്കപ്പെട്ടു. മദ്യത്തിൻ്റെ ചഷകങ്ങൾ എറിഞ്ഞുടക്കപ്പെട്ടു. ഒരാഴ്ചത്തേക്ക്, 2 ആഴ്ചത്തേക്കും, 3 ആഴ്ചത്തേക്കും, 2 കൊല്ലത്തേക്കുമല്ല, എന്നേക്കുമായി ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ മദ്യം ഒഴുകിയ സ്ഥലത്ത് മുളച്ചു പൊങ്ങിയ ചെടി ഭക്ഷിച്ച ഒട്ടകത്തിൻ്റെ മാംസം തിന്നുന്നതിൽ പോലും അവർ വിമുഖത കാണിച്ചു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. നോക്ക് നിങ്ങൾ, എത്രത്തോളം എല്ലാം മനുഷ്യൻ്റെ സ്വഭാവത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ഹൃദയം ഉണ്ടല്ലോ. ഈ ഹൃദയം ഒരു ദിവസം 1,15,000 തവണ ഇടതടവില്ലാതെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയവും പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ട്.
ആ ഖുർആനിലുള്ള ശിഫ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൽ ലിന്നാസ് വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ പിടിപെടുന്ന മാറാരോഗങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ. അത് മുഅ്മിനീങ്ങൾക്കുള്ള റഹ്മത്താണ്, കാരുണ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,